തീപ്പെട്ടി വേണ്ട, ലൈറ്റർ വേണ്ട, ഉണങ്ങിയ 2 മരക്കഷ്ണങ്ങൾ മാത്രം മതി, തീ റെഡി. ആഫ്രിക്കയിലെ സാൻഡ് പീപ്പിൾ അഥവാ ബുഷ്മാൻ ട്രൈബ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ജനതയുടെ വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബോട്സ്വാനയിലെ കലഹാരി മരുഭൂമിയിലും അതുപോലെ തന്നെ സദേൺ ആഫ്രിക്കയുടെ മറ്റു പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോടൊത്ത് ജീവിച്ചു വരുന്ന ഒരു സമൂഹമാണ് ഈ സാൻഡ് പീപ്പിൾ. പക്ഷെ ഇവരിപ്പോൾ സാധാരണ ആളുകളെ പോലെ തന്നെ ഈ വില്ലേജുകളിലൊക്കെയാണ് ജീവിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എങ്ങനെ എടുത്തു എന്നാവും നിങ്ങൾ വിചാരിക്കേണ്ടാവുക. ഇത് ബോട്സ്വാനയിലെ മക്കടിക്കാടി പാൻസ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പ് തടാകങ്ങളിൽ ഒന്നാണ് ഈ മക്കടിക്കാടി പാൻസ്. അവിടെ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു സഫാരി ക്യാമ്പിൻ്റെ ഒരു സഫാരി ആക്ടിവിറ്റിയുടെ ഭാഗമാണ് ഈ സാൻഡ് പീപ്പിൾ അഥവാ ബുഷ്മാൻ ട്രൈബ് അവരുടെ പണ്ടത്തെ ജീവിത രീതികൾ നമ്മുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് റിയലായിട്ട് സാൻഡ് പീപ്പിൾ തന്നെയാണ്. അവർ പണ്ട് കാലത്ത് തീ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒരു ഉണങ്ങിയ മരക്കഷ്ണത്തിൽ കുഴി പോലെ ഉണ്ടാക്കി അതിൽ വേറൊരു മരക്കഷ്ണം വെച്ച് നമ്മൾ തൈരൊക്കെ കടയുന്ന പോലെ ഇങ്ങനെ ഉരച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെറിയ ചൂട് രൂപപ്പെടും. ആ ചൂടിൽ നിന്നുണ്ടാവുന്ന ചെറിയ കനൽ ഉണങ്ങിയ പുല്ലുകളിലേക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ തൊലിയിലേക്കോ മാറ്റി അത് പതുക്കെ ഊതി അങ്ങനെ തീ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു വിദ്യ. പണ്ട് കാലത്ത് കാടിനുള്ളിൽ താമസിച്ചിരുന്ന സമയത്ത് മൃഗങ്ങളെ വേട്ടയാടാനും അതുപോലെ ഭക്ഷണം പാചകം ചെയ്യാനും പിന്നെ രാത്രി കാലങ്ങളിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷ നേടാനും ഒക്കെ അവർക്ക് തീ ഒരു പ്രധാനമായ ആവശ്യമായിരുന്നു. അവർ അതിനെ ഇങ്ങനെ ഒരു മാർഗമാണ് ഉപയോഗിച്ചിരുന്നത് തീ ഉണ്ടാക്കാനായിട്ട്. വേറൊരു വ്യത്യസ്തമായ കാര്യം ഇവരുടെ ഭാഷ അല്ലെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. വാക്കുകൾക്കൊപ്പം നാവിൻ്റെ ക്ലിക്ക് ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ പതുക്കെ ഊതി അവർ തീ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള രസകരമായ ആഫ്രിക്കൻ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.